നമ്മളിപ്പോ ഇരിക്കുന്നത് പോലെ പ്രകൃതി വെളിച്ചായിരുന്നു അല്ലേ? പ്രകൃതി വെളിച്ചം ഓടളിക്കിയ പടം അല്ലേ? അതെ, കാരണം വെളിച്ചമാണെങ്കിൽ അവിടുന്ന് ഓടളിക്കും മുകളിൽ. അതാണ് നാലേട്ടിന്റെ മുകളിലെ ഓടളിക്കാലെ വെളിച്ചം കിട്ടും. പ്രകൃതിയിലെ വെളിച്ചം. ഒപ്പം തന്നെ സ്വാഭാവികമായി പ്രകൃതി നൽകിയ നടന്മാരുമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു നടനൊന്നും ആയിരുന്നില്ല. അതൊന്നുമല്ല, സ്വാഭാവികമായി മാടമ്പ് ഒക്കെ നടനൊന്നല്ല. സ്വാഭാവിക വെളിച്ചം പോലെ, സ്വാഭാവിക പ്രകൃതി പോലെ സ്വാഭാവിക നടന്മാരുണ്ടായി. സ്വാഭാവിക ഗാനങ്ങളും ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്നതില്ല. ആദ്യമായി മ്യൂസിക് ചെയ്യുന്നത് അതിലാണ്. അതെ അതെ അതെ. അത് അങ്ങോട്ട് ഇപ്പൊ ഈ പൈതൃകം, ദേശാടനം, ഈ ഒരു ജയരാജ് സിനിമകളുടെ ഒരു ഒഴുക്കിലാണ് എനിക്ക് തോന്നുന്നത് അങ്ങയുടെ ഒരു പ്രഭ കുറച്ചുകൂടി തെളിഞ്ഞത്. ജയരാജന്റെ സ്വന്തം അനിയനാണ്. അതെ 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 അതെ. മാത്രമല്ല ജയരാജന്റെ കുടുംബവും എൻ്റെ കുടുംബവും ഒന്നാണ്. എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും അയാൾ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ വിഷൻ, എൻ്റെ മോൻ ദീപാങ്കുരൻ, എൻ്റെ വൈഫിൻ്റെ അച്ഛൻ മുത്തച്ഛൻ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഇങ്ങനെ എല്ലാവരും. ഇപ്പം എൻ്റെ അനിയത്തിയുടെ മകൻ സന്തോഷ് മാടാന്നുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയ, പിന്നെ ജയരാജൻ്റെ ശിഷ്യന, എല്ലാവരും അതെ. ഭാസ്കര മാഷ് എഴുതിയിട്ടുള്ളതൊക്കെ ഈ പിന്നെ എം ടിയുടെ കഥകൾക്കാണ്. ഏറ്റവും മനോഹരമായ പാട്ടുകൾ എം ടിയുടെ കഥകൾക്കാണ്. മുറപ്പെണ്ണ്, നഗരമേന്തി, അസുരവിത്ത്, അറബി പെണ്ണ്, അല്ലെങ്കിൽ പിന്നെ പകൽക്കിനാവ്, എല്ലാം അങ്ങനെയാണ്. പിന്നീട് എനിക്ക് ഭാസ്കര മാഷിൻ്റെ സ്ഥാനം എനിക്ക് ദാസേട്ടൻ തന്നു. കാരണം 3-4 പടം, 4-5 പടം എന്നെ കൊണ്ടാണ് വാസേട്ടൻ. ഇപ്പോഴെനിക്ക് അഭിമാനമുണ്ട്.